ഇന്ന് ഞാൻ ഫിഷമൻ ആസിഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് നെയ്മത്തി എടുത്തിട്ടുണ്ട്, കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ജൈവ കീടനാശിനിയായും ജൈവ വളമായും ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഫിഷമൻ ആസിഡ്. അത് ചെടികൾക്ക് വളരെ പ്രയോജനപ്പെടുന്നതാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്മത്തിയും കുറച്ച് ശർക്കരയും ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ അളവിനായിരിക്കണം എടുക്കേണ്ടത്. ശർക്കര കുറഞ്ഞു പോകാൻ പാടില്ല. കുറഞ്ഞു പോവുകയാണെങ്കിൽ പുഴുക്കളുണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ടൈറ്റായിട്ടുള്ളൊരു പാത്രത്തിൽ വെച്ച് അടച്ച് ഷെയ്ഡായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു 4 മാസം നമ്മൾ സൂക്ഷിക്കണം. ഇത് ഞാൻ 4 മാസം മുന്നേ ചെയ്തതാണ്. ഇത് നമുക്ക് 2 രീതിയിൽ ചെടികൾക്ക് കൊടുക്കാൻ പറ്റും. ഒന്ന് ചെടികളുടെ തണ്ടിലും ഇലയിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം, മറ്റൊന്ന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 5 ml ആണ് 1 ലിറ്റർ വെള്ളത്തിൽ എടുക്കേണ്ടത് സ്പ്രേ ചെയ്യാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ചെടികളെ അത് ബാധിക്കും. പിന്നെ ഞാൻ ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും എടുക്കുന്നില്ല. കാരണം എനിക്ക് കുറച്ച് കൂടുതൽ ചെടികളുള്ളതുകൊണ്ട് ഞാനൊരു ഉദ്ദേശം വെച്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ചെടികളുള്ളത് അതനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. കൂടിപ്പോകാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഫിഷമൻ ആസിഡ് ചെടികൾക്ക് കിട്ടുന്നത് നൈട്രജൻ, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്. അതുകൊണ്ട് തന്നെ ചെടികളുടെ പ്രതിരോധ ശക്തി കൂട്ടാനും കായ്കളും പൂക്കളും തൊഴിയാതിരിക്കാനും ഇത് സഹായിക്കും. പിന്നെ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കും.